എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് കൊറിയൻ ചിക്കനാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. പോകാം വീഡിയോയിലേക്ക്. ഞാനിവിടെ ഒരു 700 ഗ്രാം ചിക്കന് 1 ടേബിൾ സ്പൂൺ അളവിന് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പുരട്ടി ഒരു 20 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടുന്ന സോസ് തയ്യാറാക്കാം. 3 ടേബിൾ സ്പൂൺ അളവിന് പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ അളവിന് സോയാ സോസ്, 5 ടേബിൾ സ്പൂൺ അളവിന് ഞാൻ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ചേർത്ത് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ അളവിന് ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹണിയും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ മിക്സ് ആക്കിയതിന് ശേഷമാണ് ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നേരത്തെ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ വിനാഗിരിയുടെയൊക്കെ അളവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എടുക്കാവുന്നതുമാണ്. ഇനി നമുക്കൊരു സോസ് പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ അളവിന് ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 5 അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളിയൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ്. അതും ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തീ കുറച്ച് വേണം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ സോസിൽ അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചതിന് ശേഷം ഇതൊന്ന് വറ്റി വരും. ഈ ഒരു പരുവത്തിൽ നമുക്ക് കുറുവി കിട്ടണം. ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം തണുക്കാനായിട്ട്. ഇനി ഒരു പ്ലേറ്റ് എടുക്കാം. പ്ലേറ്റിലേക്ക് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഈ പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ചിക്കന് ഇതിലേക്ക് അങ്ങ് മുക്കി കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഫുള്ളും കോട്ട് ചെയ്തെടുക്കണം. ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കോട്ട് ചെയ്ത് ഒരു ബൗളിൽ ഇതുപോലെ വെക്കുന്നുണ്ട്. എല്ലാം ഞാൻ ഇതുപോലെ കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഇത് ഞാൻ വറുത്തെടുക്കുന്നത്. ഞാനിവിടെ മുഴുവൻ ചിക്കനും കോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലാണ് ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളെ ചിക്കനെല്ലാം ഇതിലേക്ക് പെരക്കി വെച്ച് കൊടുക്കുക. ഒരു വശം ഫ്രൈ ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് ഫ്രൈ ആയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ഒരു പ്രാവശ്യം കൂടെ ഫ്രൈ ആക്കി എടുക്കേണ്ടതാണ്. ഞാൻ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഫ്രൈ ആക്കി എടുത്തിരിക്കുന്നത്. ഇനിയും ആ എണ്ണയിൽ തന്നെ ഹൈ ഫ്ലെയിമിൽ ചിക്കൻ ഒന്നും കൂടെ ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഫ്രൈ ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഞാനെല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസിൽ അതിപ്പോൾ തണുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ആ സോസ് മുഴുവനും ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒഴിച്ചതിന് ശേഷം ഇതൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കണം. ഈ ചിക്കനിലെല്ലാം പിടിക്കുന്നത് പോലെ മിക്സാക്കി കൊടുക്കണം. മിക്സാക്കിയതിന് ശേഷം ഞാനൊരു ഭംഗിക്കായിട്ട് വെള്ള എള്ള് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട. നമ്മുടെ കൊറിയൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കൊറിയൻ ചിക്കനാണ്. എളുപ്പത്തിലാണിത് തയ്യാറാക്കാവുന്നതും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും പുതിയ വീഡിയോയിൽ കാണാം. ബൈ.